ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് ചോളപ്പൊടി ഇട്ട് കൊടുക്കാം. റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ബൗളിലേക്ക് ചോളപ്പൊടി, ക്യാരറ്റ് അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, 2 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇഡ്ഡലിക്ക് ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേറ്റ് ദോശയ്ക്ക് വേണ്ടിയുള്ള മാവ് കുറച്ച് മാറ്റി വയ്ക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് എണ്ണ തടവിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം കറിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ സെർവ് ചെയ്യാം.